എഫേസ്യർ ലേഖനം 4-ാം അധ്യായത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾക്ക് അവിടെ സ്പെസിഫിക് ആയിട്ടുള്ള കാറ്റഗറി ഒന്നും പറയുന്നില്ല. ആർക്കും ക്രിസ്തുവെന്ന തലയോളം വളരാൻ പറ്റും. ക്രിസ്തുവെന്ന തലയോളം വെറുതെ വളരുക എന്നുള്ളതല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. സകലത്തിലും ക്രിസ്തുവെന്ന തലയോളം സകലത്തിലും വളരുവാൻ പറ്റും. ക്രിസ്തുവിൻ്റെ ആ മെച്യൂരിറ്റി പ്രായത്തോളം നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റും. സോ പറ്റുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ബൈബിൾ അത് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആധികാരികതയോടുകൂടെ വളരെ ബോൾഡായിട്ട് ഞാനെന്ന് പറയുന്നത്, ഞാനെന്ന ക്രിസ്തുവെന്ന് പറയുന്ന പദവിയിലായിരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് ചുറ്റും ക്രിസ്തീയ മത വക്താക്കളുണ്ട്, ക്രിസ്തീയ മത പുരോഹിതന്മാരുണ്ട്, ക്രിസ്തീയ മതത്തെ പ്രഘോഷിക്കുന്ന പാസ്റ്റർമാരുണ്ട്, ക്രിസ്തീയ മതത്തെ സുവിശേഷ രൂപീകരണം അവതരിപ്പിക്കുന്ന ഒത്തിരിയേറെ പ്രാസംഗികർ, അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമുണ്ട്. അവരെല്ലാം ക്രിസ്തുവിനെ പ്രസംഗിച്ച് ജീവിക്കുന്നു. ഞാൻ ക്രിസ്തുവായി എൻ്റെ ലൈഫിനെ മാറ്റി ഞാൻ ജീവിക്കുന്നു. അപ്പോൾ അന്ന് യേശുവാണ് ക്രിസ്തുവായി വിളങ്ങിയതെങ്കിൽ ഇന്നത്തെ എല്ലാ മതവക്താക്കളും ഇന്നും പ്രസംഗിക്കുന്നത് അന്ന് ക്രിസ്തുവായിരുന്ന യേശുവിനെ കുറിച്ച് മാത്രമാണ്. പക്ഷെ ഇന്ന് ഞാൻ ക്രിസ്തുവായി ജീവിക്കുന്നത് കൊണ്ട് ഇന്ന് മതവക്താക്കൾ പ്രസംഗിക്കുന്ന ക്രിസ്തു ഞാനാണെന്ന് എനിക്ക് നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റും. എന്നെ സമീപിക്കുന്നവർക്ക് ശരിയായിട്ടുള്ള ഒരു ഡിസൈപ്പിൾഷിപ്പിലൂടെ കടന്നു പോകാനായിട്ട് തയ്യാറായി വരുന്ന ഒരു വ്യക്തിയെ അതേ ക്രിസ്തു എന്ന് പറയുന്ന പദവിയിലേക്ക് എത്തിക്കാൻ എനിക്ക് സാധിക്കും. സോ ഞാൻ ക്രിസ്തുവായി ജീവിക്കുമ്പോൾ മറ്റുള്ളവർ പ്രസംഗിച്ച് ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു. സോ ഞാനിത് പറയുമ്പോൾ ഒത്തിരിയേറെ വിമർശനങ്ങളോ ഒത്തിരിയേറെ എതിർപ്പുകളോ ഉണ്ടാകുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ ഈ പറയുന്നത് 100% ബിബ്ലിക്കലാണ്, ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെയാണ്. സോ എനിക്ക് പ്രിയപ്പെട്ട മതഭക്താക്കളോടും പാസ്റ്റർമാരോടും സോ കോൾഡ് ന്യൂ ജൻ ചർച്ചിലെ അപ്പോസ്റ്റൽമാരോടൊക്കെ പറയാനുള്ളത്, സ്റ്റോപ്പ് പ്രീച്ചിങ് ജീസസ്, സ്റ്റാർട്ട് ലിവിങ് ആസ് ക്രൈസ്റ്റ്.